ഹായ് കൂട്ടുകാരെ, നല്ല പഴുത്ത മത്തനാണ് കേട്ടോ. ഇത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്, വടുക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചതാണിത്. അതാ അതിന് വേണ്ടി ചുണ്ടൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ മത്തൻ വേവിച്ചെടുത്തതാണിത്. കുറച്ച് വേവിച്ചെടുത്ത് ബാക്കി വേവിക്കാൻ വെച്ചു. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കുക. ചുണ്ടയ്ക്ക നല്ല മത്തൻ മാത്രം കൊണ്ട് ഉണ്ടാക്കാം, പക്ഷേ ചുണ്ടയ്ക്കും കൂടി ചേർത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ വറക്കുമ്പോൾ നല്ല ഉറപ്പുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ചുണ്ടയ്ക്കും കൂടി ഞാൻ ചേർക്കുന്നത്. ചുണ്ടയ്ക്ക നല്ലതല്ലേ, ഉപ്പേരി വയ്ക്കാനൊക്കെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, പുഴുങ്ങലരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് കുഴയ്ക്കാൻ ആവശ്യമായത്. അതുപോലെ തന്നെ അതിലേക്ക് എരിവിന് വേണ്ടി കാന്താരിയും കുരുമുളക് മാത്രമായാലും കുഴപ്പമില്ല, ലേശം കാന്താരി, പച്ചക്കാന്താരി ആയാലും കുഴപ്പമില്ല. ഇത് ഉണക്ക കാന്താരിയാണ് ഉള്ളത്. അതും പിന്നെ വെളുത്തുള്ളിയും കരിവേപ്പിലയും ജീരകവും കൂടി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് ഇത് ഉടച്ച് വെച്ചേര് യോജിപ്പിച്ച് അരിപ്പൊടി ഇട്ട് നല്ലോണം കുഴച്ച് യോജിപ്പിച്ച് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്ക 2-3 ദിവസം നല്ല വെയിലുണ്ട് കൊണ്ടാൽ മതി. പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കി ടിന്നിലിട്ട് അടച്ച് വെച്ചാൽ മതി. 1 വർഷം 1.5 വർഷം നിൽക്കും, ഒരു കേടും വരില്ല. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് എണ്ണയിൽ വറുത്ത് കഞ്ഞിക്കോ ചോറിനോ എന്തിനു വേണമെങ്കിലും എടുത്ത് കൂട്ടാം. ഞാൻ വേവിച്ച് ഉരുട്ടി എടുക്കട്ടെ കേട്ടോ, എല്ലാം കൂടി യോജിപ്പിച്ച് ഉരുട്ടി എടുക്കട്ടെ. ഇതാ കണ്ടോ, ഞാൻ എല്ലാം കുഴച്ചെടുത്തു. ഇതാ എല്ലാം അരച്ച് ചേർത്ത് ഇതെല്ലാം കുഴച്ചെടുത്തു, വേവിച്ച് കുഴച്ചെടുത്ത കണ്ടോ. ഇതാ ഇങ്ങനെ ഉരുട്ടി അരിപ്പൊടി പാകത്തിന് ഇടണം കേട്ടോ. അല്ല അധികം അരിപ്പൊടി അധികം ആയിപ്പോയാൽ പൊട്ടിക്കീറും ഉണങ്ങുന്ന സമയത്ത്. പാകത്തിന് അരിപ്പൊടി ഇട്ടാൽ മതിയാണ്. ഞാൻ കുഴച്ച് ഉരുട്ടി വെച്ച കണ്ടോ. ഇതാ ഇങ്ങനെ ഉരുട്ടി വെച്ച് വെയിലത്ത് ഇട്ട് ഉണക്കിയാൽ മതി. ഇതാ ഉണ്ടോ, കുറച്ച് അരിപ്പൊടി ഇങ്ങനെ വെതറുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിയാൽ മതി. അപ്പോൾ ശരിക്കും ഉരുണ്ട് കിട്ടും. ഇങ്ങനെ ഇങ്ങ് ചെയ്യാം. മുറത്തിലിട്ട് അങ്ങനെ ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുക. വേഗം ലേശം നുള്ളി ഇട്ടിട്ട് വേഗം ഇങ്ങനെ ഇട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഇത് കണ്ടോ, ഇതിനി ഉണക്കിയെടുക്കട്ടെ കേട്ടോ. ഉണക്കിയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതുപോലെ ഇത് ഉണക്കട്ടെ. എല്ലാം ഉരുട്ടിയെടുത്ത് ഉണക്കിയിട്ട് ഇനി വരാം. ഓക്കേ. ഇതുണ്ട് എൻ്റെ വടുക് ഉണക്കാൻ വെച്ചത്. ഇന്നലെ ഉണ്ടാക്കിയ വടുകാണ്. മത്തനും ചുണ്ടങ്ങിയും കൊണ്ട് പറഞ്ഞില്ല വടുക. അതാ ഉണക്കാൻ വെച്ചൊരു ദിവസത്തെ ഉണക്കായി. ഇത് കണ്ടോ, നാളത്തെയും കൂടി ഉണക്ക് വന്നാൽ ഇത് പാകത്തിനുള്ള ഉണക്കാവും. ഇതാ നല്ല വെയിലുണ്ട്. ഇത് കണ്ടോ, ഏകദേശം ഉണങ്ങി. നാളത്തെയും കൂടി ഉണക്ക് മതി കേട്ടോ. ഇതെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. കുമ്പളങ്ങിയും മത്തനൊക്കെ ഉണ്ടാകുമ്പം കാമ്പും എല്ലാം കൊണ്ടും ഉണ്ടാക്കാം നമുക്ക്. ഇതേപോലെ തന്നെ മഴക്കാലത്ത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം.